ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും നന്നായിട്ടുണ്ട്. എടുത്തു പറയുന്നത് ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണ്. പിന്നെ കഥ നല്ലൊരു കഥയാണ്. കാരണം ഇന്ന് നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചത്. കേരളത്തിൽ അങ്ങനെ അധികം നമ്മൾ കേട്ട് കേൾവിയില്ലാത്തതിന് ഈ വാടക ഗർഭധാരണം, സരഗസി. പടം ലൊക്കേഷനൊക്കെ നന്നായിട്ടുണ്ട്. ദിലീഷ് പോത്തനും ജാഫർ ഇടുക്കിയും നന്നായിട്ടുണ്ട്. അഭിനയമൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. നല്ല സിനിമയാണ്, നല്ലൊരു സന്ദേശമുള്ള, നല്ല മെസ്സേജുള്ള നല്ലൊരു ഫിലിമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഇതെന്ന് പറയേണ്ട ദേവദർശിനി, തമിഴിലെ ദേവദർശിനിയാണ് ഇതിലെ നായികയായിട്ട് അഭിനയിക്കുന്നത്. അവരുടെ നല്ലൊരു കഥാപാത്രം അവർ കൊടുത്തിട്ടുണ്ട്, അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, പിന്നെ ശ്രുതി ജയൻ, അവർക്കൊക്കെ നല്ല കഥാപാത്രങ്ങളാണ്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. പിന്നെ ഗോപി സുന്ദറിൻ്റെ പാട്ടുകളുണ്ട്, നല്ല പാട്ടുകളാണ്. ആ ഒരു താരാട്ട് പാട്ട് അല്ലാതെ ഒക്കെയുള്ള മെലഡി ആയിട്ടുള്ള വേറെ ഒന്ന് രണ്ട് പാട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇടുക്കി അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇടുക്കിയുടെ ഒരു ഭംഗിയെല്ലാം നന്നായിട്ട് ക്യാമറ ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു മൂവിയാണ്. അമ്മ നമുക്ക് അമ്മ എന്ന് പറയുന്ന ആ ഇമ്മ എന്നുള്ള അതിനെ അമ്മം ആ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വരാക്ഷരം കൊണ്ട് എഴുതാൻ പറ്റും. ആ സിനിമ കാണുമ്പോഴേ അതിൻ്റെ ഒരു നമ്മുടെ ഇടയ്ക്കൊക്കെ കരഞ്ഞു പോകുന്ന, നമുക്ക് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് സീനുണ്ട്. കാരണം വളരെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. വാടക ഗർഭധാരണം, പിന്നെ നമ്മുടെ ഈ ദത്തെടുക്കൽ, അതൊക്കെയാണ് എൻ്റെ സബ്ജക്റ്റ്. അതിൽ യാതൊരു എന്താ പറയുക എക്സാജറേഷനും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവി, എല്ലാവരും വന്ന് കാണേണ്ട ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. ദിവ്യദർശിനിയാണ് ഈ സിനിമയിലെ അങ്ങ് ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന ദിവ്യദർശിനി. അവർക്ക് ഒരു മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, പക്ഷേ അവർക്ക് നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, ശ്രുതി ജയൻ, അവർ മൂന്ന് പേർക്കും വളരെ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര നല്ലൊരു മൂവിയാണ്. എടുത്തു പറയുന്നത് ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണ്. പിന്നെ കഥ നല്ലൊരു കഥയാണ്. കാരണം ഇന്ന് നമുക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കാണിച്ചത്. കേരളത്തിൽ അങ്ങനെ അധികം നമ്മൾ കേട്ട് കേൾവിയില്ലാത്തതിന് ഈ വാടക ഗർഭധാരണം, സരഗസി വളരെ, പക്ഷേ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഒരുപാട് കേൾക്കുന്നതും അവിടെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നത്. പിന്നെ സരഗസി എന്ന് പറഞ്ഞാൽ ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ ആ കഥയുടെ ഇതിലോട്ട് പോകും. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് ഒരു ഇതായിപ്പോവും, സ്പോയിലറായിപ്പോവും. പുതുമയാണ്. കാരണം മലയാളത്തിൽ ഇതുവരെയും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് മലയാളത്തിൽ ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല. ഒരു പുതിയ ഇതായിട്ട് ഒരു എഴുത്തുകാരനെ പ്രത്യേകിച്ച് സംബന്ധിച്ച് കൊടുക്കണം. നമ്മൾ വേറിട്ടൊരു കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ഒന്നുമല്ല, വളരെ പുതുമയായിട്ട് ചെയ്തിട്ടുണ്ട്. തോമസ് സെബാസ്റ്റ്യൻ പുള്ളി നന്നായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പിന്നെ വിഷ്വലായിട്ടായാലും എല്ലാം നന്നായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു മൂവി. എല്ലാവരും കുടുംബസമേതം വന്ന് കാണാൻ പറ്റുന്ന, യാതൊരു വൃത്തികേടും ഇല്ലാത്ത, ഒന്നും അസഭ്യമോ ഒന്നുമില്ലാത്ത, യാതൊരു ബഹളവും ഇല്ലാത്ത നല്ലൊരു സിനിമ. ദിവ്യദർശിനി സംശയമില്ലാതെ പറയാം. അവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീഷ് പോത്തൻ, പിന്നെ ജാഫർ ഇടുക്കി പുള്ളി സ്ഥിരം ചെയ്യുന്ന പോലെ വളരെ സ്വാഭാവികമായിട്ട് ഒരു സിനിമ. പ്രത്യേകിച്ച് ഇടുക്കിയിൽ ആണ് ഇതിൻ്റെ പശ്ചാത്തലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഡെഫിനറ്റ്ലി നമ്മൾ ഫാമിലി ഓഡിയൻസ് ഫാമിലിയായിട്ട് വന്ന് തന്നെ കാണണം. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്.